ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയി വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ അത്രയും മോശമായതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ വൈകുന്നത് കേട്ടോ. അപ്പോൾ രാജേട്ടൻ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പണിയൊക്കെ മാറ്റി വന്നു കേട്ടോ. വന്നിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏട്ടൻ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ചോദിച്ച സമയത്ത് വെള്ളം കുടി കഴിഞ്ഞിട്ട് കപ്പ് ധോനി ബേബി മേടിച്ചിട്ട് അവളും കുറച്ച് കുടിക്കുകയാണ് കേട്ടോ. പച്ചവെള്ളമായിരുന്നു, അതുകൊണ്ട് വെറുതെ കപ്പ് മാത്രം കേട്ടോ കൊടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛനും മോളും കുശലൊക്കെ പറഞ്ഞ് അച്ഛൻ കുളിക്കാൻ പോയി. അവളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വൈകുന്നേരം പണി മാറ്റി വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടോ ചിക്കനൊക്കെ മേടിച്ചിട്ട്, എപ്പോഴെങ്കിലൊക്കെ അല്ലേ മേടിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ കവറാണ് കേട്ടോ. അത് കാണണം, ഞാനൊരു ഡെവറയിൽ ഇറക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇനി കുളിച്ച് വരുമ്പോഴത്തേനും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കിയിട്ട് ഉള്ളു ബാക്കി പരിപാടി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ചായയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ 5 മണിയായി വന്നപ്പോൾ. പിന്നെ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് 5:30 ആകുമ്പോഴത്തേന് ഒക്കെ ഏട്ടൻ പോവുള്ളൂ. അപ്പോഴത്തേന് ഇനി ചായ ആക്കണം. ചായ ആക്കിയിട്ട് ഇനി ചായ കുടിക്കാൻ കൊടുത്തിട്ട് വേണം ഏട്ടൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചായയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇനി അവളെ കുളിപ്പിക്കണം. 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കാനും ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടന് ചായയൊക്കെ കൊടുത്തു. ഏട്ടൻ കടയിലൊക്കെ പോയി വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് മല്ലിയും മുളകും ഉപ്പൊക്കെ ചേർത്ത് മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഒന്ന് അതിൽ ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ചു വരും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മസാലയൊക്കെ പിടിക്കുമല്ലോ. പിന്നെ അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നന്നാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ പുരട്ടി ഒക്കെ ഇനി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ സവോളയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അരിയാൻ തന്നെ വേണമല്ലോ കുറച്ച് സമയം. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടു. അപ്പോൾ ചിക്കൻ മസാല ഇടുകയെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഗരം മസാല അതിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു പച്ചമണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ചിക്കൻ്റെ അത്യാവശ്യം മല്ലി മുളകൊക്കെ ഇട്ടാലും പിന്നെ ഈ ഗരം മസാല ഇട്ടാൽ നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മസാല ഇട്ടാലും ഇടും കേട്ടോ. അതെപ്പോൾ ഞാൻ ചിക്കൻ വെക്കുമ്പോഴും അങ്ങനെ കേട്ടോ, കുറച്ച് ഗരം മസാല എന്തായാലും ഇടും. നമ്മൾ ബീഫൊക്കെ മേടിച്ചിട്ട് വെക്കുമ്പോൾ നമ്മൾ ഗരം മസാല മാത്രമല്ല യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ചിക്കനിലും കുറച്ചും കൂടി ആഡ് ചെയ്താൽ നല്ല രുചി ഉണ്ടാവും. അങ്ങനെ ഇതാ മസാലയൊക്കെ പുരട്ടി ചിക്കൻ വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ധോനി ബേബി നല്ല കളിക്കലാണ് കേട്ടോ. ഇനി അവളുടെ മേല് കുളിപ്പിച്ചു. അതിന് ശേഷം കുളിപ്പിച്ച് അവൾക്ക് കുറുക്കുണ്ടാക്കി കഴിക്കാൻ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവൾ ചീച്ചി ഒഴിക്കലും പിന്നെ അപ്പിയിടലും പിന്നെ അത് കഴുകലായി. പിന്നെ അത് കഴുകി വന്ന് അവളെ ഒന്നും കൂടി മേല് കഴിച്ചു കേട്ടോ. പിന്നെ മേല് കഴിച്ച് അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇപ്പോൾ അവിടെ അവൾ കളിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അപ്പോഴത്തേനും ഒരു 7 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ അടുപ്പിൻ്റെ അവിടേക്ക് വന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, അവൾ പിന്നെ വാശി പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമുക്കൊന്നും പറ്റില്ല. വിശപ്പ് സഹിക്കാൻ വയ്യ അവൾക്ക്. ഉച്ചയ്ക്ക് അന്ന് അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കണേ ഇല്ല കേട്ടോ. കുട്ടി നമ്മൾ കഴിക്കണ ചോറൊന്നും കടുത്താൽ അവൾ കഴിക്കണേ ഇല്ല. അപ്പം ഞാനെന്താ വിചാരിച്ചതെന്ന് അറിയുന്ന, 2 നേരം കുറച്ച് നേരത്തെ ഭക്ഷണം കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇങ്ങനെ സാധനങ്ങളൊക്കെ അവൾ സ്നാക്സൊക്കെ അങ്ങനെ കഴിക്കും. പക്ഷെ അങ്ങനെയൊന്നും വാരി വലിച്ച് കഴിക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ എല്ലാം കഴിഞ്ഞ് അവളെ കളിക്കാൻ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ കോലായിൽ ഇരുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മായിമാരും അമ്മയൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് TV ആണ് അവർക്കൊന്നും പിന്നെ ഒന്നും ഇരിക്കും വയ്യല്ലോ പിന്നെ. അപ്പോൾ അങ്ങനെ സവോളയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കറണ്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ കുറച്ച് പുറകു വശത്തേക്കായിട്ടാണ് ലൈറ്റ് ബൾബ് തൂക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. വയറിംഗ് ഒന്നും അവിടെ കഴിഞ്ഞിട്ടില്ല, പുറത്തെ ചായ്പായതുകൊണ്ട്. അപ്പോൾ അവിടേക്കൊരു വയറ് വലിച്ചിട്ടിരിക്കുകയാണ് ബൾബ് ലൈറ്റിന്. അപ്പോൾ ആ ലൈറ്റ് പുറകു വശത്തായതുകൊണ്ട് അടുപ്പത്തേക്ക് ഞാൻ അവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ അടുപ്പത്തേക്ക് കാണുന്നില്ല. ഒരു സൈഡ് ചെരിഞ്ഞ് നിന്ന് ഇളക്കുമ്പോൾ എനിക്ക് എത്തുന്നുമില്ല. പിന്നെ നേരിട്ട് നിന്ന് എത്തുന്ന പോലെ ഇളക്കുമ്പോൾ കണ്ണും കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തു. അതിന് ശേഷം മിക്സിയൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും.
നമുക്കറിയാലോ, നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാലോ, പാത്രങ്ങൾ എത്ര കഴുകിയാലും പിന്നെയും ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നും 2 3 ഒക്കെ ആയിട്ട്. അപ്പോൾ പാത്രം കഴുകാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കലായിരിക്കില്ല നമുക്ക് ഏറ്റവും വലിയ ജോലി, പാത്രം കഴുകലായിരിക്കും. അങ്ങനെ ഞാനാകുമ്പോൾ ഞാനെന്താ പറയുക, കൈയോടെ കഴുകി വെക്കും, അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളാവുമെന്ന് പേടിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ, നല്ല നമുക്ക് പരിചയപ്പെടാനും അതുപോലെ നമുക്കൊന്ന് മെസ്സേജിലൂടെയൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും റീപ്ലൈ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ചിലപ്പോൾ ധോനി ബേബിയുടെ അവളുടെ പുറകെ നടന്നിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ചിലപ്പോൾ ഒന്നും നോക്കാനേ സമയം കിട്ടില്ല കേട്ടോ ഫോണ്. പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അതേപോലെ വോയിസ് ഓവർ കൊടുക്കലും അപ്ലോഡ് ചെയ്യലും. ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എല്ലാത്തിനും പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ വീഡിയോയും വൈകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ പുറത്തു പോയി, ചെറിയ മോളാണ്, എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇട്ട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയോ. വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല, അതുപോലെ ആയി പോവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. എല്ലാവരെയും പോലെ എനിക്കും ഒരാഗ്രഹമുണ്ട് കേട്ടോ. അത് എല്ലാവരും, നമ്മൾ വീട്ടമ്മമാരെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വീട് വേണമെന്നാണ് കേട്ടോ ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം നമ്മൾ അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലൂടെ വന്ന ആൾക്കാരാകുമ്പോൾ നമുക്കറിയാം. പിന്നെ വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ചെറിയ കുഞ്ഞ് ഒറ്റമുറി വീടാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയ്ക്കല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. നമ്മുടെ കഴിവിനനുസരിച്ചും നമ്മുടെ ഇതിനനുസരിച്ചും മാത്രമല്ലേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം അവളെ എടുക്കാനോ ഒന്നിനും ഒരാളില്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അവളൊന്ന് എടുക്കാനോ അവളുടെ കൂടെ നിൽക്കാനോ ഒരാളുണ്ടെങ്കിൽ എനിക്ക് കുളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക. ഇതിപ്പോൾ അതിനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ അവൾ നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ഉമ്മറത്തേക്ക് ഇങ്ങോട്ട് വരും. ഉമ്മറാണെങ്കിൽ കുറച്ച് താഴ്ച ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ അവിടെ നിന്ന് അങ്ങനെ വീണാലോ എന്ന് പേടിച്ചിട്ട് അവളുടെ പുറകെ വേണം കേട്ടോ ഒരാൾ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ അടുപ്പത്ത് കയറി, ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാതിരാത്രി ആയാലും നമ്മുടെ ജോലി തീരില്ല. അപ്പോഴും നമ്മൾ കിടക്കുമ്പോഴത്തേനാണെങ്കിലും വഴുകും കേട്ടോ. പാതിരാത്രി ആവോളം നമ്മളിതാ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കാരണം ഏട്ടനെ അങ്ങനെ സാധനങ്ങളും കൊണ്ടുവന്ന് തന്നിട്ട് പോയി കേട്ടോ, ഓട്ടണ്ട് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അപ്പം തന്നെ വേറൊരു ഓട്ടണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയി. അങ്ങനെ ചിക്കനൊക്കെ ആയി. അപ്പോൾ ഏട്ടൻ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങൾ ചപ്പാത്തി ഇതെല്ലാം കഴിച്ചു. അമ്മായിമാരൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അത് അടിച്ചു വാരിയാണ് വൃത്തിയായിട്ട് എല്ലാം അവളെ ഇതിൽ കൂടെയൊക്കെ നുള്ളി പെറുക്കിയിട്ടിട്ടേ ആകെ വേസ്റ്റൊക്കെയാണ്. അപ്പം ഇനി വേഗം വൃത്തിയാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ചിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്ന കുഞ്ഞ് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി സ്നേഹവും സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എത്രയായാലും ഇപ്പോൾ നമ്മൾ പാതിര ആയാലും വേണ്ടില്ല, നമുക്കിപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടല്ലാതെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും അമ്മായിമാരൊക്കെ കിടന്നു, അമ്മ കിടന്നു. ഇനി ധോനി ബേബിനെ കുളിപ്പിച്ചിട്ട് ഒന്ന് മേലു കഴുകിയിട്ട് വേണം കിടത്താൻ.